തുടർച്ചയായി ഫോണിൽ വിളിച്ചിട്ടും കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ കെ മുരളീധരനുമായി സംസാരിക്കാനായില്ല. ഇതോടെ ഇന്ന് കെ മുരളീധരന്റെ വീട്ടിൽ കെ സുധാകരൻ നേരിട്ടെത്തി അനുനയ നീക്കം നടത്തും. ഇതിന്റെ ഭാഗമായി പ്രത്യേക ഫോർമുലയാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ളത്. കെ മുരളീധരനെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ആലോചന. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, തൃശ്ശൂരിലെ കനത്ത തോൽവിക്ക് ശേഷം തുടർച്ചയായി കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ മുരളീധരനുമായി സംസാരിക്കാനായില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ മുരളീധരനുമായി നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്ത ആദ്യം പുറത്തുവിടുന്നത് കേരള വിഷൻ ന്യൂസാണ്. ഇപ്പോൾ അത് നേരത്തെ 11 മണി എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ 11 മണി എന്നുള്ളത് ഇപ്പോൾ ഉച്ചയിലേക്ക് മാറിയിട്ടുണ്ട്. ഉച്ചയാകും ഇവിടെ എത്താൻ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കെ മുരളീധരൻ്റെ കോഴിക്കോട് വീടായ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ജ്യോതിസിന് മുന്നിലാണ്. ജ്യോതിസിന് മുന്നിൽ നേരത്തെ നമ്മൾ വരുമ്പോൾ ഈ ഗേറ്റ് തുറന്നിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഗേറ്റ് പിന്നീട് അടച്ചു. മാധ്യമങ്ങളെ ഇന്ന് കെ മുരളീധരൻ കാണില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയത് കെ സുധാകരൻ വന്ന് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ നാളെ മാധ്യമങ്ങളെ അറിയിക്കാമെന്നുള്ളതാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും മറ്റൊരു ബിഗ് ബ്രേക്കിംഗ് കേരള വിഷൻ ന്യൂസിന് നൽകാനുള്ളത് ഈ കെ മുരളീധരൻ്റെ വിഷയത്തിൽ ലീഗ് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കെ മുരളീധരൻ്റെ വിഷയം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് KC വേണുഗോപാലുമായി ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തി. സ്വാഭാവികമായും അദ്ദേഹത്തിന് KPCC അധ്യക്ഷ പദമോ അല്ലെങ്കിൽ വയനാട് ലോക്സഭാ സീറ്റിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ വയനാട് ലോക്സഭാ സീറ്റോ നൽകും, ആ ഒരു ധാരണയാണ്, അങ്ങനെ ഒരു ഫോർമുലയാണ് എന്ന് KC വേണുഗോപാൽ ഈ കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒരു പടി കൂടി കടന്ന് ഒരു കാര്യം കൂടി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നു. വയനാട് ലോക്സഭാ സീറ്റ് നൽകുന്നില്ലെങ്കിൽ അടുത്ത രാജ്യസഭാ സീറ്റ് കെ മുരളീധരന് നൽകണം. ലീഗിൻ്റെ മനസ്സ് കെ മുരളീധരനൊപ്പമാണ്. എന്ത് വില കൊടുത്തും കെ മുരളീധരൻ അദ്ദേഹത്തെ തിരികെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. കാരണം BJPക്കെതിരായി പോരാടാൻ പോയി ബലിയാടായ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ മനസ്സ് കെ മുരളീധരനൊപ്പമാണ്. നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം ഈ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു. KC വേണുഗോപാൽ വഴി എന്നുള്ളതാണ്. ഇന്നലെ ഡൽഹിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് PK കുഞ്ഞാലിക്കുട്ടി മുരളീധരന് മാത്രമായി KC വേണുഗോപാലിന് വേണ്ടി സംസാരിച്ചു. മുസ്ലിം ലീഗ് എന്നുള്ള ഏറ്റവും പുതിയ ഒരു ബിഗ് ബ്രേക്കിംഗ് കൂടി കേരള വിഷൻ ന്യൂസിന് വേണ്ടി നൽകുകയാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഫോർമുലയിൽ അങ്ങനെ രാജ്യസഭാ സീറ്റ് എന്ന കാര്യം കൂടി ഉൾപ്പെടുകയാണ് കോൺഗ്രസിൻ്റെ ഫോർമുലയിൽ. അതിൽ ഏതാണ് കെ മുരളീധരൻ സ്വീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കെ സുധാകരൻ KPCC അധ്യക്ഷൻ ഇവിടെ എത്തി കെ മുരളീധരനുമായി ചർച്ച നടത്തും. ആ ചർച്ചയിലായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ഇന്നലെ പ്രധാനമായും കെ സുധാകരൻ പലതവണ കെ മുരളീധരനെ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് കെ സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചത്. അതേ തുടർന്നാണ് കെ സുധാകരൻ ഇവിടെ ഈ ജ്യോതിസിലേക്ക് വിളിച്ച്, കോഴിക്കോട് കെ മുരളീധരൻ്റെ വസതിയായ ജ്യോതിസിലേക്ക് വിളിക്കുന്നു. വിളിച്ച് അതിനുശേഷം ഈ കെ മുരളീധരൻ്റെ ബന്ധുക്കളുമായി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് നാളെ താൻ നേരിട്ട് അവിടേക്ക് എത്തും എന്ന് അറിയിക്കുന്നു. അങ്ങനെ 11 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആ 11 മണിയോടുകൂടി എത്തുമെന്ന് അറിയിച്ച കെ സുധാകരൻ ഇപ്പോൾ ഉച്ചയാകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ഫോർമുലകളാണ് KPCC നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം കെ മുരളീധരന് മുൻപിൽ വയ്ക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ, പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ കെ മുരളീധരനെ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കും. ലീഗിൻ്റെ വലിയ പിന്തുണ അതിനുണ്ട്. ഇന്നലെ ലീഗ് ആവശ്യപ്പെട്ടത് പ്രകാരം കെ മുരളീധരന് ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് കെ മുരളീധരനെ മത്സരിപ്പിക്കും. അതല്ലെങ്കിൽ KPCC അധ്യക്ഷ പദം എന്നുള്ളതാണ്. സ്വാഭാവികമായും കെ മുരളീധരന് കൂടുതൽ താല്പര്യം KPCC അധ്യക്ഷ പദത്തോടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മത്സര രംഗത്തേക്ക് കെ മുരളീധരൻ തയ്യാറാകുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. KC വേണുഗോപാലും കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട്. KC വേണുഗോപാലുമായി കെ മുരളീധരൻ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു അനുനയ നീക്കത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ് കെ മുരളീധരൻ്റെ കാര്യത്തിൽ.
റിയാസ്, അതേസമയം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനും ചേലക്കരയിൽ രമ്യ ഹരിദാസും പരിഗണനയിൽ എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അക്കാര്യത്തിൽ എന്താണ് ഒരു തീരുമാനം പറയാനുള്ളത്? അത് പാർട്ടിയുടെ പ്രാഥമികമായ ചർച്ചകളിലുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നിലവിൽ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ ചേലക്കരയിൽ കെ രാധാകൃഷ്ണനും വിജയിച്ച സാഹചര്യത്തിൽ ഇനി അവിടെ നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ അനൗദ്യോഗികമായി അനൗപചാരികമായി കോൺഗ്രസിനകത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്നൊരു താല്പര്യം ഷാഫി പറമ്പിൽ അറിയിച്ചിട്ടുണ്ട്. മത്സരിക്കാനുള്ള സന്നദ്ധത രാഹുൽ മാങ്കൂട്ടത്തിലും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പേര് KPCC വൈസ് പ്രസിഡന്റ് VT ബലറാമിൻ്റെതാണ്. നമുക്കറിയാം പാലക്കാട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയത് വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തെ ശ്രീധരനെ പോലെ മെട്രോമാൻ ശ്രീധരനെ പോലെ ഒരു പൊതുസമ്മതനായ വ്യക്തിയെ BJP അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടു നിർത്തുന്നു. സ്വാഭാവികമായും BJP പറയുന്നത് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറയുന്നു. അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ട്. 35 സീറ്റിലധികം നേടിക്കൊണ്ട് BP കേരളത്തിലെ നിർണായക ശക്തിയാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല, 0 ഉണ്ടായത്. പക്ഷേ സ്വാഭാവികമായും ഈ പാലക്കാട് BJPക്ക് ശക്തമായ പോരാട്ടം നടത്താൻ സാധിച്ചിരുന്നു ശ്രീധരനിലൂടെ. അന്ന് പാലക്കാട് നിലനിർത്തിയത് ഷാഫി പറമ്പിലിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ്. സ്വാഭാവികമായും അവിടെ BJP വരരുത് എന്നൊരാഗ്രഹത്താൽ ഇടതുപക്ഷം പോലും ഷാഫിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും ഷാഫി മാറുമ്പോൾ സമാനമായ രീതിയിൽ വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവ് വേണം. ഷാഫിയുടെ അത്രയില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു യുവ നേതാവിനെ ഇറക്കിയാൽ പാലക്കാട് വിജയം നേടാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പേരുകൾ പ്രധാനമായും ഒന്നാം പേരായി അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വരുന്നു, രണ്ടാം പേരായി VT ബലറാമിൻ്റെ പേരുമാണ് വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് ചേലക്കരയിലാണ്. ചേലക്കരയിൽ രമ്യ ഹരിദാസ് ആലത്തൂരിൽ പരാജയപ്പെട്ടപ്പോൾ രമ്യ ഹരിദാസിന് പാർട്ടിയോട് ചില പരാതികളുണ്ടായിരുന്നു. ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ചേലക്കര എന്ന് പറയുന്നത് സംവരണ മണ്ഡലമാണ്. കെ രാധാകൃഷ്ണൻ എന്ന CPMൻ്റെ മുതിർന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ വലിയ ജനസ്വാധീനം എല്ലാമുള്ള മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖമായിരുന്ന കെ രാധാകൃഷ്ണൻ, ആ ജനകീയത തന്നെയാണ് ആലത്തൂരിൽ ഈ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്താൻ LDFന് തുണയായതും. സ്വാഭാവികമായും കെ രാധാകൃഷ്ണൻ ഒഴിയുമ്പോൾ അതിന് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചും പ്രയാസകരമാണ്. അവിടെയാണ് രമ്യയെ അവിടത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ രമ്യ ഹരിദാസിനെ ഈ ചേലക്കരയിൽ മത്സരിപ്പിക്കുക, ആ സംവരണ സീറ്റ് ആയതുകൊണ്ടും ഒപ്പം തന്നെ രമ്യയ്ക്കൊരു പരിഗണന കൊടുക്കുക എന്ന രീതിയിലേക്കായിരിക്കും. അത് നേരത്തെ ആലപ്പുഴയിൽ അരൂരിൽ കോൺഗ്രസ് പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ്. കാരണം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഈ ഷാനിമോൾ ഉസ്മാൻ AM ആരിഫിനോട് പരാജയപ്പെട്ടപ്പോൾ അരൂരിൽ അന്നത്തെ MLA ആയിരുന്ന AM ആരിഫിൻ്റെ സീറ്റ് ഒഴിവ് വരുന്നു. ആ സീറ്റിലേക്ക് പകരം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ആരിഫിനോട് തോറ്റ ഷാനിമോൾ ഉസ്മാനെ നിയോഗിക്കുന്നു. അതിൽ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം വിജയിക്കുന്ന ഒരു കാഴ്ചയാണ്. ഷാനിമോൾ ഉസ്മാൻ അന്ന് MLA ആവുന്നുണ്ട്. ഒരു സഹതാപ തരംഗം കൂടി ഷാനിമോൾ ഉസ്മാന് അനുകൂലമായി അരൂരിലുണ്ടായിരുന്നു. അതേ സാഹചര്യം ഈ ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിന് ചേലക്കരയിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയെങ്കിൽ 3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. നിലവിൽ 2 ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും നിയമസഭയിലേക്ക് വരും. രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ളതാണ്. അവിടെ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ കെ മുരളീധരൻ മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ കെ മുരളീധരൻ രാജ്യസഭാ സീറ്റ് നൽകി അനുനയിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. മറ്റൊന്ന് ചേലക്കരയിൽ രമ്യ ഹരിദാസ്, ഒപ്പം തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ VT ബലറാം എന്ന പരിഗണനയാണ് കോൺഗ്രസിൻ്റെ പ്രാഥമിക ഘട്ട ചർച്ചകളിൽ ഇപ്പോൾ നടന്നു വരുന്നത്.